As usual, over to Sometan for conducting the product training. Okay. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സാറ് പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 9 പ്രോഡക്റ്റ് അടിച്ച് തകർക്കണമെന്നുള്ള ഒരു കർമ്മ പദ്ധതിയായിട്ടാണ് ഞാൻ ഇന്ന് മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം മുഖവരിയൊന്നും പറയുന്നില്ല. ഇന്ന് കടന്നു വന്നിട്ടുള്ള, അതായത് കുറച്ച് വൈകിയാണെങ്കിലും കടന്നു വന്ന് IMCയുടെ ആശയമൊക്കെ കേട്ട് ഒരുമാതിരിയൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്നാൽ ഇന്ന് പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ്ങിൽ ഒന്ന് കയറിക്കളയാം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ അസോസിയേറ്റ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. മുടങ്ങാതെ എല്ലാ മാസവും എല്ലാ ബുധനാഴ്ചയും വളരെ ഗംഭീരമായി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സും, അതിലുപരി നമ്മുടെ സൂപ്പർ ലീഡറായി നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള വിനോദ് സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് സോമൻ. കഴിഞ്ഞ കുറച്ചു കാലമായി ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ആശയത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 40 വർഷമായി ജനറേറ്റർ സെറ്റിന്റെ സെയിൽസ് ആൻഡ് സർവീസ്, എറണാകുളം ടൗൺ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ സ്ഥാപനം. അതിനിടയ്ക്ക് 2017 തൊട്ട് 25 ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ മറ്റേ ശ്രീബുദ്ധന് ബോധോദയം വന്ന പോലെ എനിക്കൊരു ബോധോദയം വന്നു. ഞാൻ ഇത്രയും കാലം ഇരുട്ടത്ത് തപ്പുവരുന്നു. അങ്ങനെയാണ് പാർട്ട് ടൈമായി ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ആശയം ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 50,000 രൂപ വരുമാനമായപ്പോഴാണ് പതിയെ എന്തുകൊണ്ട് ഞാൻ ഇത് ഫുള്ളാക്കി കൂടാ, അങ്ങനെ കടന്നു വന്നു. അങ്ങനെ വന്ന് IMCയിലെത്തി. ഇന്ന് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ IMCയിൽ വന്നതിന് ശേഷം ഏകദേശം 350ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ 103 പ്രൊഡക്റ്റ് ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം കൂടി 12 കാറ്റഗറിയിലാണ് പ്രോഡക്റ്റുകൾ ഉള്ളത്. ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി കൂടുതലും ഉപയോഗിച്ച് അതിൽ നിന്നുണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ സഹപ്രവർത്തകർക്കായിട്ടുള്ള എക്സ്പീരിയൻസ്, അതൊക്കെ എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് എൻ്റെ ഈ പ്രസന്റേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെയാണ് നടക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഇത്തിരി ഒരു ആംബിയർ കുറവുണ്ട്. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് ഇരിക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു വെടിക്കെട്ടുണ്ട്. ആ വെടിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതെന്താണെന്ന് ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വരുന്ന ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്ന് കരുതി വന്നിരിക്കുന്ന എല്ലാ പുതിയ അസോസിയേറ്റ്സിനും മറ്റെല്ലാവർക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം പങ്കുവെച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. സാധാരണ നമ്മളെല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, പണത്തിന്റെ പുറകെ ഓടുകയാണ്. പക്ഷെ IMCയിൽ വന്നാൽ നേരെ തിരിച്ചാണെന്ന് മനസ്സിലായി. നമ്മൾ നമ്മുടെ കർമ്മങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ മുന്നേറിയാൽ പണം നമ്മുടെ പുറകെ ഓടി വരും. ഇത് പുതിയ ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഒരു ക്ലൂ ആയിട്ട് തരാനുള്ളതാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ഉപയോഗിക്കുകയും അത് നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനത്തിന് ആനുപാതികമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം നമ്മളെ തേടിയെത്തിക്കും. ഇവിടെ ഒരു പ്രത്യേകത, ഒരു പോയിന്റ് കൂടി, പൗരാണിക കാലഘട്ടങ്ങളിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, പിന്നെയോ അത് കൂട്ടായ്മയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 1-2 ഉദാഹരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സോമയാഗം, അശ്വമേധയാഗം,
ഉത്തരകാമേഷ്ടി യാഗം എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് യജ്ഞത്തിലൂടെയാണ് നടത്തിയത്. അപ്പൊ യജ്ഞത്തിലൂടെ നടത്തിയുള്ള ഗുണം എന്താണ്? യജ്ഞം ഇഷ്ടത്തെ തരുന്ന കാമധേനു എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു അവസരമല്ല ഇത് കൂട്ടായ്മയിലൂടെയാണ് ഈ അവസരം മുന്നേറുന്നത്. അപ്പൊ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ആ ഒറ്റയ്ക്ക് ചെയ്യണതല്ല, കൂട്ടായ്മയിലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരല്പം വിശാലമാകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതെങ്ങനെ വിശാലമാകും? നമ്മുടെ ഉള്ളിലേക്ക് നോളജ് പതിയെ പതിയെ കയറാൻ തുടങ്ങും. ഇന്ന് 1 മണിക്കൂറുണ്ട്. നമ്മുടെ ജീവിത യാത്രയ്ക്ക് അടുത്ത തലമുറയ്ക്ക് എത്തത്തക്ക കുറച്ച് കാര്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നിങ്ങൾ എത്രത്തോളം അത് സ്വീകരിക്കും എന്നുള്ളത് നിങ്ങളുടെ പാത്രത്തിന് അനുയോജ്യമായിട്ട് ആയിരിക്കും. പേന, പേപ്പർ, ബുക്ക്, ഡയറി ഒക്കെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആവശ്യമുള്ളതൊക്കെ എഴുതിയെടുക്കാം. ഒരു കാര്യം ഉറപ്പാണത്, ലൈഫിന് അർത്ഥവും കിട്ടും, പര്യായവും കിട്ടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ കുറച്ച് പ്രോഡക്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ആയുസ് കൂട്ടിയെടുക്കണ കുറച്ച് പ്രോഡക്റ്റ് പറയാൻ പോകുന്നു. ആയുസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറെ കാലം കൂടെ നമുക്ക് ജീവിച്ചിരിക്കാം. അതിനുള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ്. ഞാൻ ആദ്യം അതിന്റെ പേരൊക്കെ ഒന്ന് പറയാം. 1 കഫ് കെയർ സിറപ്പ്, 2 ഫീവർ ഗാർഡ്, 3 ഇൻഫെക്റ്റോ കെയർ, 4 അണുതൈല, 5 ബ്ലഡ് പ്യൂരിഫയർ, 6 നീം പ്യൂർ ടാബ്ലറ്റ്, 7 ലങ്സ് കെയർ, 8 ഹെർബൽ യൂറിനോം സിറപ്പ്, 9 ഹെർബൽ യൂറിനോം ടാബ്. 10ാമത്തത് ഞാൻ ലാസ്റ്റ് പറയാം. സമയം കിട്ടുമെന്ന് അറിയില്ല എനിക്ക്. മാക്സിമം നോക്കാം. ഓക്കെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ആയുസിനെ കൂട്ടുമെന്ന് പറയുന്നത്? ഞാൻ ഈ പ്രോഡക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് മനസ്സിലായിക്കോളും. തെളിഞ്ഞു വരും അത്. ആദ്യത്തത് കഫ് കെയർ സിറപ്പാണ്. ഇത് 2 ടൈപ്പ് ഉണ്ടത്. ഷുഗർ ഉള്ളതുണ്ട്, ഷുഗർ ഇല്ലാത്തതുണ്ട്. ഓക്കെ. കഫ് കെയർ സിറപ്പ് എന്തിനാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. കോൾഡ്, ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ, ചുമ, വരണ്ട ചുമ, അങ്ങനെയൊക്കെയാണ് അതിന്റെ നേച്ചർ. ഇതൊക്കെയാണ് അതിന്റെ ആവശ്യകത, അത് ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം. അലോവേര ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. അലോവേരയ്ക്ക് ഒരു പ്രത്യേകത എന്താണ്? ആയുർവേദത്തിന്റെ രാജാവാണ് അലോവേര. അപ്പൊ രാജാവാകുമ്പോ രാജ്ഞിയുടെ പേരെന്താണ്? തുളസി. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ഒട്ടുമിക്കതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അലോവേരയാണ്. രണ്ടാമത് അഡ്യൂസ് എന്ന് പറയും. അഡ്യൂസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ആടലോടകം എന്ന് പറയും. മൂന്നാമത്തത് ഹരാദ്. ഹരാദ് എന്ന് പറഞ്ഞാൽ കടുക്ക. ചില ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരും, ആയുർവേദം ഇതൊന്നും കഴിച്ചാൽ മാറുമൊന്നുമില്ല, ഇത് ഹോസ്പിറ്റലിലേക്ക് വേണം, അവിടെ ചെന്ന് മറ്റെന്താണ് പാരസെറ്റമോൾ കഴിക്കണം, ഓരോ ആന്റിബയോട്ടിക് അടിക്കണം, റെഡിയാണ്. അങ്ങനെ അങ്ങോട്ടാണ് ചിന്ത. പ്രിയമുള്ളവരെ, എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളത്, പഴയ ആയുർവേദം അല്ല ഇത്. ഇത് പ്രൊപ്പറേറ്ററി മെഡിസിൻ ആണിത്. എന്ന് പറഞ്ഞാൽ സഡൻ ഇഫക്റ്റ്. എന്താണ് ഈ സഡൻ ഇഫക്റ്റ് വരാൻ കാരണം? മറ്റേ ലേഹ്യം, പിന്നെ അരിഷ്ടം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു രസായനമില്ല, അതിൽ നിന്നൊക്കെ മാറി പ്രൊപ്പറേറ്ററി മെഡിസിനിലേക്ക് വന്നിരിക്കുന്നു. പല മെഡിസിൻസിന്റെ ആയുർവേദ ഹെർബുകളുടെ കൂട്ടായ്മ പ്ലസ് ആധുനിക കാലഘട്ടത്തിലെ ടെക്നോളജി, ബയോടെക്നോളജി, പിന്നെ അതിന്റെ സംസ്കരണ, ന്യൂട്രിയന്റ് വാല്യൂ നഷ്ടപ്പെടാതെയുള്ള ഒരു സംസ്കരണ ടെക്നോളജി, ഇത്രയും കാര്യങ്ങൾ കൂടെ സംയോജിക്കുമ്പോൾ ഇഫക്റ്റ് നമുക്ക് കൂടും. അപ്പൊ ആദ്യം എന്ത് വേണം? ഇതങ്ങോട്ട് വിശ്വസിക്കുക. ആരെങ്കിലും ഇന്നത്തെ പ്രോഗ്രാമിൽ പുതിയതായിട്ടുള്ള ആർക്കെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാം. സംശയാത്മാ വിനശ്യതി. ഇതും വേദവാക്യമാണ്. സംശയം ഏത് കാര്യത്തിലുണ്ടെങ്കിലോ ആ കാര്യം എങ്ങോട്ട് പോകണം? വിനാശത്തിലേക്കാണത്. അത് നേരാവൂല. കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഇത് അനുഭവിച്ച് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണത്. നമുക്കത് വിശ്വാസം അനുഭവിക്കുന്നത് വേണം, നമ്മളത് ഉപയോഗിക്കണം. അപ്പൊ ആ സംശയം അവിടെ മാറും. ഇനി ഷുഗർ ഫ്രീ കഫ് സിറപ്പ് ഉണ്ട്.
അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബഹേഡ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ താമിക്ക. മറ്റേതിനകത്ത് കടുക്ക മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് താമിക്ക ഉണ്ട്. അപ്പൊ മധുരം ഉണ്ടാവൂല. ഇപ്പൊ മനസ്സിലായോ കുറച്ച് ആയുസ് നീണ്ടു കിട്ടുമെന്ന്? നിങ്ങൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ, ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ ഒരാഴ്ച മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് പോകും. കാരണം ഇതെല്ലാം ചെന്ന് കയറുന്ന എവിടെയാണ്? ഇവിടെയാണ് വന്ന് കയറുന്നത്, ലിവറിലേക്ക്. ഇതൊന്ന് ശ്രമിച്ചു നോക്കണം. ഒരു 2-3 ദിവസം ശ്രമിച്ചു കഴിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടത് ആദ്യം വിശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസക്കുറവുണ്ട്, നിങ്ങൾ പോയിക്കോളൂ ഹോസ്പിറ്റലിലേക്ക്, ധൈര്യമായിട്ട് പോയിക്കോളൂ, പോകരുതെന്ന് പറയുന്നില്ല. അപ്പൊ 2 ടൈപ്പ് കഫ് സിറപ്പ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രോഗം അങ്ങ് മാറും. ഞാൻ IMC തുടങ്ങിയ സമയത്ത് കുറച്ചു പേരോട് IMCയെ കുറിച്ച് പറഞ്ഞപ്പോ തൊണ്ട പോയി, തൊലി പോയി. ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് ഒന്നും വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്ത്? ഹോസ്പിറ്റലിൽ പോയി ഇത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി. അവിടെ ചെന്നപ്പോ ഒരു കുന്ന് സാധനം എല്ലാം കൂടെ തന്നപ്പോഴേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ ഞാൻ പുകവലിയില്ല, മദ്യപാനില്ല. പുള്ളി 3 വെട്ടിക്കളഞ്ഞു, ബാക്കിയൊക്കെ തന്നു. അത് കഴിച്ചപ്പോ കൂടി രോഗം. 10-15 ദിവസം ഞാൻ കരയിലിരുന്ന്. അവസാനം ഈ കഫ് സിറപ്പ് വന്നത് കഴിച്ചപ്പോഴാണ് സംഭവം മാറിയത്. ഇത് എന്റെ അനുഭവമാണിത്. ക്ലിയർ? അപ്പൊ നമുക്കുള്ള പനിയിലേക്ക് കടക്കാവുന്ന, സീരിയസ് ആകാവുന്ന ആ സീസണൽ കോൾഡ്, കോട്ട്, അതെല്ലാം, തുമ്മല്, അങ്ങനെയുള്ള തൊണ്ട പ്രശ്നം, അതെല്ലാത്തിനും പരിഹരിക്കാം നമുക്ക്. ഇതെങ്ങനെ കഴിക്കേണ്ടത്? 1-2 സ്പൂൺ, അല്ലെങ്കിൽ അതിനൊരു കപ്പ് ഉണ്ട് മേളിൽ, അതിനൊരു കപ്പ്. നമ്മള് അഡൽട്ട് ആയിട്ടുള്ളവരൊക്കെ അത് അങ്ങനെ തന്നെ കഴിച്ചു. പിള്ളേർക്കൊക്കെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കൊടുക്കാൻ. ചൂടുവെള്ളം ഒഴിച്ചാൽ അത്രയും നന്നായി. കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് 5-10 തുള്ളിയേ കൊടുക്കാവുള്ളൂ, ഡ്രോപ്പ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കേട്ടോ, 2 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് 5 മുതൽ 10 വരെ തുള്ളി. ഇനി 4-5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 1/2 സ്പൂൺ, അല്ലെങ്കിൽ ആ കപ്പിന് 1/2 പാത്രം. നമുക്ക് 1-2 ഒക്കെ കഴിക്കാം. എത്ര നേരം കഴിക്കാം? ആ കോൾഡിന്റെ സീരിയസ്നെസ് അനുസരിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ കഴിക്കാം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടാണെങ്കിൽ ഒരു 2 ദിവസം കഴിച്ചാൽ പടപടാന്ന് അത് മാറിയിട്ടുണ്ടാവും. ഇതിന്റെ വില കേട്ടാലോ ഞെട്ടിപ്പോകും കേട്ടോ നമ്മള്. 500 രൂപ 1000 രൂപ അങ്ങനെയൊന്നുമില്ല, വെറുതെ 105 രൂപയ്ക്കുള്ള ഇതിന്റെ വില. ഷുഗർ ഫ്രീക്ക് 135 രൂപ. നമ്മൾ രക്ഷപ്പെട്ട്, എന്തിൽ നിന്ന് രക്ഷപ്പെട്ട്? കുറെ നാൾ കൂടെ ജീവിച്ചിരിക്കാം ഇവിടെ. കുറെ ഇംഗ്ലീഷ് മരുന്ന് എന്താണ് അവിടെ ചെല്ലണത്? കുറെ കെമിക്കലാണ് അകത്തോട്ട് ചെല്ലണത്. ഇവിടെ ഒരു കാര്യം പുതിയ ആളുകൾക്ക് വേണ്ടി പറയുന്നു. ഒരു അലോപ്പതി ഡോക്ടറിന്റെ മുന്നിൽ ഒരു പേഷ്യന്റ് നിന്നാൽ അയാളെ ആ പേഷ്യന്റിന് എന്തായിട്ടാ കാണുന്നത്? രോഗമായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് ഒരു ആയുർവേദ ഡോക്ടറിന്റെ മുമ്പിൽ ഒരു പേഷ്യന്റ് നിന്നാലാ അയാളെ രോഗിയായിട്ടാണ് കാണുന്നത്. രോഗമായിട്ട് കാണുന്ന അലോപ്പതിക്ക് എന്താ സംഭവം? ഇവിടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, വെരിക്കോസ്, തൈറോയ്ഡ്, ആസ്മ, വാൽവ്, യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ, അതിന്റെയൊക്കെ മരുന്നുകളാണ് അങ്ങ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് പറയും അത് മാറിയില്ലെങ്കിൽ അടുത്തത് വേറെ തരാമെന്ന് പറയും. 10 ദിവസം കഴിഞ്ഞു വാ, അല്ലെ അവിടെ കിടക്ക്. ഓക്കെ. അതേസമയത്ത് ആയുർവേദ ഡോക്ടർ പറയുന്നത് അയാളെ ആരായിട്ടാ കാണുന്നത്? രോഗി, ഒരു മനുഷ്യനായിട്ടാ കാണുന്നത്. ഈ മനുഷ്യൻ ഒരാഴ്ചക്ക് മുമ്പ് നല്ല ആരോഗ്യവാനായിരുന്നു, പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ആരോഗ്യക്കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സ്വപ്രകൃതത്തിൽ നിന്ന് ഒരു വികൃതം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യണം? ആ വികൃതത്തിൽ നിന്ന് സ്വപ്രകൃതത്തിലേക്ക് എത്തിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. എന്ന് പറഞ്ഞാൽ അവിടെ വാത, പിത്ത, കഫ ബാലൻസിങ്ങിന്റെ അൺബാലൻസിങ് ഉണ്ട്, അതിനെ ബാലൻസിങ്ങിന് അൺബാലൻസിങ് ഉണ്ട്, അതിനെ ബാലൻസ് ചെയ്യുന്നു. ഇത്ര ഉള്ള അവിടെ സംഭവം. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിയാതെ പോകരുത്, തീർച്ചയായിട്ടും. ഇനിയോ ഈ സാധനം എന്തെങ്കിലും ഇങ്ങനെ ചുമ പനിയൊക്കെ വരുമ്പോ മേടിക്കലല്ല വേണ്ടത്. ഈ സാധനം 2-3 എണ്ണം വീട്ടിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണത്. എപ്പോഴാണ് ഒരു മഴ നനച്ചില്ലേ? ഇനി വേണ്ട ഇത് മഴ നനയണമെന്നില്ല. എന്തെങ്കിലും പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായാലും മതി, ഉടനെ നമ്മുടെ വാതാപിത്ത കഫയൊക്കെ അൺബാലൻസിങ് ആവും, പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം.
അപ്പുറത്തെ വീട്ടില് ഇപ്പുറത്തെ വീട്ടില് മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, കാരണം ഇത് കടകളിൽ കിട്ടില്ല. ഓക്കെ. രണ്ടാമത്തത്, ഇത് ആൾക്കാരും എന്ത് ചെയ്യും, മൈൻഡ് ചെയ്യൂല. ഇത് ഇങ്ങനെ വലിച്ചു നടക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെരട്ടിയൊക്കെ നടക്കും. അതെന്തായി മാറും? അത് പനിയായി മാറും. പനിയായി മാറുമ്പോ അതിന് പ്രൊഡക്റ്റ്, അതിന്റെ പേരാണ് ഹെർബൽ ഫീവർ ഗാർഡ്. ഇതും സാധനം വീട്ടിൽ വാങ്ങി വെച്ചേക്കേണ്ടതാണ്. ഹെർബൽ ഫീവർ ഗാർഡ് എന്താണ് ഇതിനുള്ള ഒരു പ്രത്യേകത? ഈ പനി വന്നതിനെ വീട്ടിൽ മറ്റുള്ളവർക്ക് ആർക്കും സ്പ്രെഡ് ചെയ്യാതെ ആ പനി അയാളിൽ നിന്ന് തന്നെ വെച്ചിട്ട് ഇല്ലാണ്ടാക്കല്. ഇതാണ് ഇതിന്റെ ആവശ്യകത. അത് വാങ്ങി വെച്ചിരിക്കണം എന്നുള്ളതിന്റെ ആവശ്യകത. രാത്രി പനി വന്നു, നേരം വെളുക്കണ വഴി ഇരുന്നത് പനി കൂടും, പിന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടുത്തെ യാത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഇപ്പൊ എന്താണ് വിശേഷം? രാത്രി പനി വന്നാൽ നമുക്ക് ഈ സാധനം എടുത്ത് അപ്പൊ കൊടുക്കാം, കാരണം ഇത് കെമിക്കലൊന്നും അല്ലത്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? അലോവേര, പിന്നെന്താണ് ഗിലോയി എന്ന് പറഞ്ഞാൽ ചിറ്റാമൃത്. ഏറ്റവും മനോഹരമായിട്ടുള്ള എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന പപ്പായ മരയില്ലേ, ആ പപ്പായ മരത്തിന്റെ ഇല നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഇതിനകത്ത്. എന്താണ്? ഗോതമ്പ് ചെടി ഉണ്ടല്ലോ, പ്ലാന്റ്, അതിന്റെ കുരുന്ന്, വീറ്റ് ഗ്രാസ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടി, ഇത് നാലും കൂടി എന്തൊക്കെയാണ്? അലോവേരയും ഗിലോയി, പപ്പായയുടെ ലീഫും വീറ്റ് ഗ്രാസും. ഇനി ഇതിന്റെ തന്നെ പനി കൂടുതലാണെങ്കിൽ ഇതിന്റെ ടാബ്ലറ്റും കൂടെ ഉണ്ട്. ടാബ്ലറ്റിനകത്ത് ഒരു ചേരുവയും കൂടെ ഉണ്ട്. എന്താണ്? ഹാൽദിയുടെ എക്സ്ട്രാക്റ്റും കൂടെ അടങ്ങിയിട്ടുണ്ട്. ഹാൽദി എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ കുർക്കുമി, അതും കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ചേരുവകളൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ പ്രകൃതിയുടെ ഭാഗമാണ്, പ്ലാന്റുകളുടെ ഭാഗമാണിത്, പ്രപഞ്ചത്തിന്റെ ഭാഗമാണിത്. അവിടെ ഈ കെമിക്കലിന്റെ കടന്നുകയറ്റമില്ല അവിടെ. പിന്നെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, മലേറിയ, ഇതിന്റെയൊക്കെ ആരംഭം അതാണ്. സാധാരണ ഒരു പനിയാണ്. ആ പനി നമ്മൾ നോക്കി സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെ ഏതിലേക്കൊക്കെ കടന്നു പോകും. ഡെങ്കിപ്പനിയിലേക്ക്, വൈറൽ ഫീവർ ഒക്കെ വന്നാൽ ആള് പോക്കാണ്. പിന്നെ അതൊന്ന് റിക്കവർ ചെയ്യണമെങ്കിലുണ്ടല്ലോ ഒരു 3 മാസം പിടിക്കും. ഡെങ്കിയും മലേറിയ അതിലേക്കൊക്കെ പോകാതെ, അതാണ് ഞാൻ ആരംഭത്തിലെ പറഞ്ഞത്, പനി സ്പ്രെഡ് ആകാതിരിക്കും. ചിലർക്ക് എപ്പോഴും പനിയാണ്, ഒരെണ്ണം മാറി കുറച്ച് അത് ചില കുട്ടികൾക്ക് ഉണ്ടത്. ഇതൊക്കെ പ്രതിരോധ ശക്തിയുടെ കുറവ് കൊണ്ടിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇതും നമ്മുടെ വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചു വെച്ചാൽ ആയുസിന് നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് നമുക്ക് നീട്ടിയെടുക്കാം, ആരോഗ്യത്തിന് നമുക്ക് നീട്ടിയെടുക്കാം. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത? ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കളറൊന്നുമില്ല, കെമിക്കലില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൂടാതെ GMP സർട്ടിഫൈഡ് ആണല്ല. എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിനെ സുരക്ഷിതമായി സംരക്ഷിക്കത്തക്ക പ്രൊട്ടക്റ്റീവ് മെഡിസിൻസ് ആണ് ഇതൊക്കെ. എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പനിയുടെ തീവ്രത അനുസരിച്ച് കഴിക്കാം. നോർമലി 10 ml വീതം 2 നേരം വലിയ ആളുകൾക്ക്, അത് 3 നേരവും ആക്കാം. ഇത് ഭയങ്കര സീരിയസ് ആണെങ്കിലുണ്ടല്ല, ഒരു 10 ദിവസമൊക്കെ കഴിച്ചാൽ മതി. ഇത് ആ ഒറ്റ ബോട്ടിൽ കൊണ്ട് തീരുവത്. പ്രത്യേകത എന്താണ്? ഇത് കഴിച്ചതിന്റെ പേരിൽ ഒരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല. സാധാരണ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കിക്കോ, പനിക്ക് മരുന്ന് ഹോസ്പിറ്റലിൽ പോയി മേടിച്ചാൽ വയറ്റിൽ നിന്ന് പോകില്ല. അത് കഴിച്ചാൽ വായിലെ തൊലിയൊക്കെ പോകും, ഭക്ഷണത്തിന് വിശപ്പില്ല. പിന്നെ ഈ പനി മാറിക്കഴിഞ്ഞാലാ അടുത്ത രോഗം തുടങ്ങും, ഭയങ്കര ചുമയങ്ങോട്ട് തുടങ്ങും. എനിക്കിത് സംഭവിച്ചിട്ടുണ്ട്. 1 മാസമായിട്ട് ചുമ മാറാതെ ഞാൻ ഹോസ്പിറ്റലിൽ
ഡോക്ടറിന്റെ വീട്ടിലാണ് പോയി കാണുന്നത്. അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറയും, എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ്. അതെ, ഇതിങ്ങനെയാണെന്ന്. അതെ, അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അത് തന്നെത്താൻ പോയിക്കോളൂന്ന്. ഒരു മരുന്നും തന്നില്ല, ഞാൻ പോന്നു. എല്ലാ ദിവസവും ഉപ്പൊക്കെ ഇട്ട് ആവി പിടിക്കും. കുറെ നാൾ കഴിഞ്ഞപ്പോ അത് പോയി. 2-3 മാസം പിടിച്ച്. ആ സ്ഥാനത്ത് അത്രത്തോളം ബുദ്ധിമുട്ടിന്റെ ആവശ്യകത ഒന്നും ഇല്ല നമുക്ക്. അപ്പൊ ഫീവർ കാർഡ് പറഞ്ഞു നമുക്ക്. ഇതിനൊക്കെ 10 രൂപയൊക്കെ ചെലവ് വരുള്ളൂ ഒരു ദിവസം കഴിക്കാനായിട്ട്. അടുത്ത പ്രോഡക്റ്റ് ആണ് ഇൻഫെക്ടോ കെയർ സിറപ്പ്. ഞാൻ അത് വാങ്ങിയിട്ടില്ല, വാങ്ങിക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല. അടുത്ത് തന്നെ വാങ്ങിക്കും. അതായത് ശരീരത്തിൽ ഇൻഫെക്ഷൻ, വൺസ് ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് അവസരം കിട്ടുമ്പോഴൊക്കെ അത് പിന്നെ പൊങ്ങി വരും. തന്നെയല്ല, അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഇൻഫെക്ടോ കെയർ സിറപ്പിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് യുവർ ബോഡി, നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കലാണ്. മറ്റു ഡിസീസിലേക്ക് പോവാതെ, സ്പ്രെഡ് ചെയ്യാതെ. മറ്റേത് പനി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഓൾ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകാൻ വേണ്ടി എന്താണ് നമ്മുടെ ആയുർവേദ ചേരുവെന്ന് ചോദിച്ചാൽ മഞ്ചിഷ്ട. മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതൊരു ആയുർവേദ ഹെർബാണ്. മഞ്ചട്ടി എന്നാണ് അതിന്റെ പേര്. പിന്നെ തുളസിയുണ്ട്, ഗിലോയി ഉണ്ട്, മുള്ളത്തി, ഇരട്ടി മധുരം. പിന്നെന്താണ് പുഷ്കർമൂൽ, ത്രികുട്ട. അതായത് 3 തരം കുരുമുളക് ഉണ്ട്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന കുരുമുളക് എങ്ങനത്തെയാണ്? അത് കറുത്തുരുണ്ടിരിക്കും അല്ലെ. വേറെയും ഉണ്ട് 2 തരം കുരുമുളക്. അതിനെന്താ പേര്? തിപ്പലി എന്ന് പറയും. അത് കഴിച്ചാൽ ഭയങ്കര എരിവായിരിക്കും. പിന്നെ ഒരു തരം കുരുമുളക് കൂടി ഉണ്ട്. അങ്ങനെ 3 കുരുമുളക് കൂടുന്ന ഒരു മിശ്രിതം. ആ ചുക്ക് കുരുമുളകിന്റെ ഗണത്തിൽ വന്നതാണത്. ചുക്കും തിപ്പലിയും കുരുമുളകും അമ്മമാർക്ക് അറിയാതെ. ചുക്ക്, തിപ്പലി, കുരുമുളക് ആണ് ത്രികുട്ട എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഗുഗുലു എന്ന് പറയും. അതൊരു ഹെർബിന്റെ ചറമാണത്. പക്ഷെ കുന്തിരിക്കം പോലെ ഇരിക്കും അത്. ഇത്രയും ചേരുവകളാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഇൻഫെക്ടോ കെയർ സിറപ്പ് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷൻ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിനെ നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം. തന്നെയല്ല, നമുക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതെ വരും. ഇതെങ്ങനെയാണ് ഈ ലെവലിലേക്ക് എത്തണതെന്ന് ചോദിച്ചാൽ ഇത് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. രക്തത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പെട്ടെന്ന് കയറി ശുദ്ധീകരിക്കില്ല, അതിനും ബ്ലഡ് പ്യൂരിഫയർ തന്നെ കഴിക്കണം. അപ്പൊ അത് കുറച്ച് അതിന്റെ ആ വൈറസ് ബാധകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എഷ്ടിമധു എന്നൊക്കെ പറയുമ്പോ തൊണ്ട, വായൊക്കെ ബാധിച്ച് നമ്മുടെ അന്നനാളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. ഈ ഇൻഫെക്ഷൻ വന്നാൽ മിക്ക സ്ഥലത്തും അത് ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തനം അവിടെ നടക്കൂല. ഓക്കെ, പിന്നെന്താണ്? ഇത്രയും ചേരുവകളുള്ള ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സാവധാനത്തിൽ നമുക്ക് ഫൈറ്റ് എഗെയിൻസ്റ്റ് വൈറസ്, ആ വൈറസിന്റെ ഇൻഫെക്ഷന് സദാ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുവഴി എന്ത് കിട്ടും? നമുക്ക് നല്ല ഒരു പ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കും. കുട്ടികൾക്ക് എന്താ വേണം? കുട്ടികൾക്കാണ് ഇത് കൂടുതലുള്ളത്. എന്താ കാര്യം? ഒന്ന്, എപ്പോഴും പനി. ഇത്തിരി കൂടെ പ്രായമായ കുട്ടികൾക്ക് പരീക്ഷ എടുക്കുമ്പോൾ ഭയങ്കര പനി, ക്ലാസ് പേപ്പർ ഇട്ടാലും പനി, ഒരു ചെറിയ യാത്ര ചെയ്ത അപ്പ പനി, ഒന്ന് ട്രെയിനിൽ കയറിയ അപ്പ പനി. എന്താ കാര്യം? അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് കൊടുത്ത് ശീലിക്കാം. കുട്ടികൾക്കൊക്കെ 2.5 മുതൽ 5 ml ഇടയ്ക്ക് പകുതിയെ കൊടുക്കാവുള്ളൂ. അത് രാവിലെ ഉച്ചയ്ക്ക് മാറ്റും കൊടുക്കാം സീരിയസ് ആണെങ്കിൽ. വലിയവർക്കാണെങ്കിൽ 5 മുതൽ 10 ml വരെ ഇൻറ്റു 3 times. ഇനി ഇത് സീരിയസ് ആണെങ്കിൽ, ഇത് നോർമലിലുള്ള പനിയോടനുബന്ധിച്ചിട്ടുള്ള എപ്പോഴും വിട്ടുമാറാതെ ഇങ്ങനെ പനും. ആദ്യം പറഞ്ഞത് പനിയാണ്.
അതിന് മുമ്പേ പറഞ്ഞത് തൊണ്ടവേദന, ചുമ അങ്ങനത്തേതാണ്. ഇപ്പൊ പറയുന്നത് എന്താണ്? എപ്പോഴും വിട്ട് ഇങ്ങനെ ധാരാളം ഉണ്ടെങ്കിൽ ആരംഭഘട്ടത്തിൽ അതിന്റെ സിറപ്പ് കൊടുക്കുക. ഇത് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കൂട്ടത്തിൽ ഇതിന്റെ ടാബ്ലറ്റും കൂടെ കഴിക്കണം. ടാബ്ലറ്റ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റിന് 9 രൂപയെ വരുള്ളൂ. അപ്പൊ ഈ സിറപ്പും കഴിക്കണം, ടാബ്ലറ്റും കഴിക്കണം. കുറച്ച് നാൾ, 1 മാസമൊക്കെ കഴിച്ചിട്ട് അത് നിർത്താം. പിന്നെ നമ്മൾ ഈ പങ്കുവയ്ക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇത് ഡിസീസ് ആൻഡ് ഡോസിലുള്ളതാണ്, രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിഹാരത്തിനുള്ളതാണ് എന്ന് വിചാരിച്ചിത് ചില ആൾക്കാരുണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിക്കരുത്. അസുഖം മാറിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തേക്കുക. പിന്നീട് നമുക്ക് അടുത്ത ആളിന് വരുമ്പോൾ അത് കഴിക്കാം. നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ 3 പ്രൊഡക്റ്റ് കവർ ചെയ്തു. എന്തൊക്കെയാണ്? കഫ് സിറപ്പ്, പിന്നെ ഫീവർ കാർഡ്, ഇൻഫെക്റ്റോ കെയർ. ഇനി വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പറയാൻ പോണത്, അണുതൈല. പലർക്കും അറിയില്ല ഇതിനെ കുറിച്ച്, എന്താണ് ഈ അണുതൈല എന്നുള്ളത്. അണുതൈല ഞാൻ എവിടെ വീട്ടിൽ വാങ്ങിച്ചിരുന്നു. എന്റെ മോൾക്ക് എപ്പോഴും പ്രശ്നമാണ്. അതായത് മൈഗ്രെയിൻ, സൈനസ് എന്നൊക്കെ പറയും. ഞാൻ ചലഞ്ച് ചെയ്ത ഒരു ചോദ്യം ചോദിക്കാതെ ഇന്ന് ഈ വന്നിരിക്കുന്നവരോട് എല്ലാവരോടും കൂടി 117 പേരുണ്ട്. ഈ മൈഗ്രെയിന്, സൈനസിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചിട്ട് ആർക്കെങ്കിലും ഇത് മാറിയിട്ടുണ്ടോ? ഒരാൾക്കും മാറില്ല. പക്ഷെ നമ്മള് IMCയിലെ ഈ പ്രൊഡക്റ്റ് ഒന്ന് കഴിച്ചു നോക്ക്. ബ്രേക്ക് പിടിക്കുന്ന വരെ നിൽക്കും സാധനം. അതിന്റെ മർമ്മമാണ് അണുതൈല എന്ന് പറഞ്ഞ സാധനം. അണുതൈലയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒരു 3 പ്രൊഡക്റ്റും കൂടെ വേറെ ഉണ്ട് കേട്ടോ. അതിലെ മർമ്മമാണ് അണുതൈല. കാണിക്കാൻ മോള് കൊണ്ടുപോയത്. അതായത് മൈഗ്രെയിൻ എന്ന് പറയുമ്പോ നമ്മുടെ മൂക്ക്, ചെവി, കണ്ണ്, ബ്രെയിന് ഇങ്ങനെ 4ഉം കൂടിയ ഒരു ജംഗ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഈ ഭാഗം. ഇനി പറഞ്ഞ കാവിറ്റി എന്നാണ്. ഇവിടെ വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ മൈഗ്രെയിൻ. അതവിടെ ആ പ്രോബ്ലം വരാനൊരു കാരണം വയറാണ്. വയറിലെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്. പക്ഷെ വയറിൽ കൂടുതൽ പ്രശ്നമുള്ളവർക്കാണ് ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യണത്? വയറിന്റെ പ്രശ്നവും പരിഹരിക്കണം, ഇവിടുത്തെ പ്രശ്നവും പരിഹരിക്കണം. നമുക്കത് അതിലേക്ക് കടക്കാം. അതായത് ഇത് വളരെ കഷ്ടപ്പാടുള്ള ഒരു രോഗമാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ലത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കിടപ്പാണ് എപ്പോഴും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് കൂടുതൽ. ഒന്ന് നേരെ നോക്കാൻ പറ്റൂല, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല. ഇതോടനുബന്ധിച്ച് വേറെ രോഗങ്ങളൊക്കെ വരും. വൊമിറ്റിങ്, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. വരെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ ഈ രോഗത്തിന്റെ മൂല കാരണം വയറ്റിലെ ആസിഡിറ്റിയാണ്. വയറ്റിൽ ആസിഡിറ്റി വന്നാൽ ഞാൻ അത് ഓൾ ബോഡി ആവും. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണിലും ചെവിയിലും മൂക്കിലും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയന്റിലേക്ക് കിടക്കാം. സഫേദ് ചന്ദൻ, അതായത് നമ്മുടെ ചന്ദനം. പിന്നെന്താണ്? തേജ് പട്ട. തേജ് പട്ട എന്ന് പറഞ്ഞാൽ കറുകയുടെ ഇല എന്ന് പറയും. ആവശ്യമുള്ളവരൊക്കെ എഴുതിയെടുത്തോളണം കേട്ടോ. നിങ്ങൾ ഇതൊക്കെ എഴുതി നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരും. ഇത് കാരണം നിങ്ങൾ ഇത് ഒരാളോട് പറയുമ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്ത് തോന്നും? നിങ്ങളെ കുറിച്ച് ഒരു ആധികാരികത തോന്നും. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് വിചാരിക്കും അവര്. അവര് ചോദിക്കുമ്പോ ഒന്നും അറിയാൻ പറ്റാത്ത കാര്യമുണ്ടോ എന്നോട് പറഞ്ഞു, അങ്ങനെ ചോദിച്ചോളേ. പിന്നെന്താ? ദാരു ഹാൽദി എന്ന് പറയും. അത് പിന്നെ മഞ്ഞളിലെ തന്നെ ഒരു ഇനമാണ് ദാരു ഹാൽദി എന്ന് പറഞ്ഞു. മഞ്ഞൾ ഒരു 5 ടൈപ്പ് മഞ്ഞളുണ്ട്. പിന്നെന്താണ്? ചോട്ടി ഇലാച്ചി എന്ന് പറയും. അതായത് പിന്നെ ഏലക്കായിൽ തന്നെ കുഞ്ഞു ടൈപ്പ് ഏലക്കാലിയുണ്ട്. അതായത് നമ്മുടെ നെല്ലിക്കയിൽ തന്നെ കാട്ടുനെല്ലിക്ക എന്ന് പറഞ്ഞ പോലെ. പിന്നെന്താണ്? ബേൽപത്ര, കമൽഫൂല്. ബേൽപത്ര എന്ന് പറഞ്ഞാൽ കൂവളത്തിന്റെ ഇല. കമൽഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? താമരയുടെ ഇല. പിന്നെ കസ്കസ്. ഇത്രയും ചേരുവകളാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനെല്ലാത്തിനും ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. ഇത് ഭയങ്കര രൂക്ഷമായിരിക്കും ഇതിന്റെ മണം.
ഇതിന് നല്ല എരിവൊക്കെ ഉണ്ടാവും ഇതിന്. ഞാൻ ഇനി ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഐസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ ഐസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എന്തിലൂടെയാണ്? അമോണിയം ഗ്യാസിലൂടെയാണ്. ആ ഗ്യാസ് ലീക്കായുള്ള അവസ്ഥ അറിയാവോ? ആ പ്രദേശത്ത് ആർക്കും നിൽക്കാൻ പറ്റൂല. രൂക്ഷമായ ഗന്ധമായിരിക്കും. അതിനകത്ത് ആരെങ്കിലും പെട്ടുപോയാൽ അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് തീർന്നു പോകും. ഇത് ഉള്ളിലോട്ട് കയറി മൊത്തം. ഞാനിത് ഒരു നേച്ചർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ലെവലിലേക്ക് വരില്ല ഇത്. ഇതിനൊരു രൂക്ഷ ഗന്ധമുണ്ട്, എല്ലാത്തിനും ഉണ്ട്, എരിവുണ്ട്. അപ്പൊ അതിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. ഈ മൈഗ്രെയിൻ വരുന്നത് എവിടെയാണ്? കണ്ണിന്റെ വിസർജനം, ചെവിയുടെ വിസർജനം, മൂക്കിന്റെ വിസർജനം, ബ്രെയിനിന്റെ വിസർജനം, ഇതെല്ലാം കൂടെ ഇവിടെ കൂടുതൽ വരും. അപ്പൊ ഈ വിസർജനം കൂടുന്നത് എന്താണ് കാരണം? ചിലർ എപ്പോഴും ചെവിയിലിട്ട് തോണ്ടും. എന്താ കാര്യം? അവർക്ക് അസിഡിറ്റി കൂടുതലാണ്. അവർ എപ്പോഴും ഇങ്ങനെ മൂക്കി ചീറ്റിക്കൊണ്ടിരിക്കും, അസിഡിറ്റി കൂടുതലാണ്. അവർ എപ്പോഴും കണ്ണിപ്പിള്ള എടുത്തോണ്ടിരിക്കും, അസിഡിറ്റി കൂടുതലാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് കൂടുതവർക്ക്. അപ്പൊ എവിടെയാണ് ഇതിന്റെ ചികിത്സ കൊടുക്കേണ്ട? വയറിലാണ്. ഒന്ന്, വയറിൽ കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെയും കൊടുക്കണം. അപ്പൊ അത് കൊടുക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇവർക്ക് പൊതുവെ ഇവരുടെ ശ്വാസവും ശരിയുണ്ടാവില്ല, ചെറിയ ചെറിയ ശ്വാസമായിരിക്കും ഇവർക്ക്. അപ്പൊ ഇൻഗ്രീഡിയന്റ് പറഞ്ഞെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു രൂക്ഷത ഉണ്ടാകും, എരിവ് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഉള്ളത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേദന, ആ വേദനയുടെ സംഹാരിയാണ് ഈ ദാരു ഹൽദി എന്ന് പറഞ്ഞ സാധനം. പ്രത്യേകതരം ഒരു മഞ്ഞളുണ്ട്. ആ മഞ്ഞൾ വേദനയെ ശമിപ്പിച്ചു കളയും, തലവേദനയൊക്കെ മാറ്റൂ. ഇനി മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പനി, പിന്നെ ചില ആളുകൾക്ക് മൈഗ്രെയിൻ വന്നാൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അതും എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയ എല്ലാത്തിനെയും പരിഹരിക്കും. പിന്നെന്താണ്? ആ രോഗത്തിന്റെ കാരണം ഞാൻ പറഞ്ഞു തന്നു. പ്രധാനമായിട്ടും നമുക്ക് ബോഡിയിലുള്ള അഴുക്കിനെ കുറയ്ക്കലാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു ദിവസം വയറ്റിന്ന് പോയില്ല, കോൺസ്റ്റിപ്പേഷൻ, അന്ന് നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ ഗതി മേലോട്ടായിരിക്കും. ഈ ഗതി മേലോട്ട് വന്നാൽ എന്ത് പറ്റും? ഇത് കൂടും, ഈ സാധനമൊക്കെ കൂടും. അങ്ങനെയൊക്കെയാണ് അതിന്റെ സ്വഭാവം. അപ്പൊ ഇതിനൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? അണുതൈലം. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് പറഞ്ഞുതരാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളും എന്നെ ഇനി വിളിക്കരുത്. ഞാൻ ഇന്ന് തന്നെ എന്റെ പരിഹാരം പറഞ്ഞു തരും. എഴുതിയെടുത്തോളണം. ആദ്യം അണുതൈലം ഉപയോഗിക്കേണ്ട രീതി പറയാം. എന്ത് ചെയ്യണം? ഇങ്ങനെ മലർന്ന് ഇങ്ങനെ വെക്കുക, അതല്ലെങ്കിൽ നിലത്ത് കിടക്കുക. രണ്ട് മൂക്കിൽ ഈ 2 ഡ്രോപ്പ് ഇടുക. ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ അത് വലിക്കണം. വലിക്കുമ്പോ നല്ല സുഖമായിരിക്കും കേട്ടോ, എരിവിന്റെ സുഖം ഉണ്ടാവും. നന്നായിട്ട് വലിക്കണം. അങ്ങോട്ട് വലിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അവിടെ കിടക്കണം. ഇത്തിരി നീറ്റലുണ്ടാവും കാര്യമായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ കാർക്കിക്കണം. ഇങ്ങനെ കാർക്കിച്ച് ഈ കാവിറ്റിയിൽ കിടക്കുന്ന കംപ്ലീറ്റ് അണുക്കള് എല്ലാം കൂടി ഇങ്ങനെ കാർക്കിച്ച് തുപ്പിക്കളയുന്നു. അങ്ങനെ തുപ്പി എന്നിട്ട് വായ കഴുകണം. അത് ഏർലി മോർണിംഗിൽ ഒന്ന് ചെയ്യണം. രാത്രി കിടക്കണതിന് മുമ്പ് ഒന്ന് കിടക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനന്തോ ഭയങ്കരമായിരിക്കും. പക്ഷെ ഇതിന് സപ്പോർട്ടീവായിട്ട് 2-3 പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം. ഇങ്ങനെ മലർന്നിരിക്കണം, അതല്ലെങ്കിൽ മലർന്ന് കിടക്കണം. മൂക്കില് ഓരോ തുള്ളിയ ആരെങ്കിലും കൊണ്ട് ഇടിക്കാവുള്ളൂ കേട്ടോ, സ്വന്തമായിട്ട് ഇടരുത്. 2-3 തുള്ളി വരെ മാക്സിമം ആകാം. 2 മൂക്കിലും ഓരോ പോലെ ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വലിക്കണം. വലിക്കുമ്പോ ഈ പറഞ്ഞ എല്ലായിടത്തേക്കും എത്തും. ഈ ചെവി, മൂക്കും, കണ്ണും, ബ്രെയിനും എല്ലായിടത്തേക്കും എത്തുമ്പോ അവിടുന്നൊക്കെ ഈ സാധനം കിട്ടി ഇളകാൻ തുടങ്ങും. ഇളകി എന്ത് പറ്റുമെന്നറിയാം? ഇത് അങ്ങോട്ട് വരുക. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ തുപ്പണം. അങ്ങനെ കുറെ നേരം തുപ്പി വായൊക്കെ കഴുകുക. നിങ്ങൾ ആ മൈഗ്രെയിനിൽ നിന്ന് പുറത്തോട്ട് വരും. ഓക്കെ. ഇനി ഇതിനൊരു പാക്കേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു വയറിന്റെ പ്രശ്നം. അപ്പൊ ഇനി മൈഗ്രെയിനിന്റെ പ്രധാന ഇത് പറയാം. പ്രോബയോട്ടിക് ആണ് ഒന്നാമത്തത്, പ്രോബയോട്ടിക്. രണ്ടാമത്തത് ബ്രഹ്മിവാടി. ഇത് രാവിലെ വൈകിട്ട് ഓരോന്ന് കഴിക്കണം. അലോവേരയുടെ ജ്യൂസ് രാവിലെ വൈകിട്ടും കഴിക്കാം. രാവിലത്തത് കൂടാതെ വൈകിട്ട് കിടക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ്. അണുതൈലം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം. പ്രോബയോട്ടിക് രാവിലെ വൈകിട്ടും പ്രോബയോട്ടിക്. പിന്നെ എന്താണ്? ബ്രഹ്മിവാടി. ബ്രഹ്മിവാടി വെച്ചാൽ ബ്രെയിൻ റിലേറ്റഡ് ആണത്.
അത് രാവിലെയുമായിട്ട് വന്നു. പിന്നെന്താണ് അണുതൈലം, അത് പറഞ്ഞു കഴിഞ്ഞു 2 മൂക്കിലും. മൂന്നാമത്തത് കുടൽ നന്നായാൽ കുടൽ നന്നാവും. ആ പ്രശ്നം അവിടെ തോളുവായി. ക്ലിയറായല്ലോ? എല്ലാവർക്കും മനസ്സിലാക്കാണോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ പങ്കുവയ്ക്കണം കേട്ടോ. ഇത് ലീഡേഴ്സിന്റെ പ്രത്യേകം ശ്രദ്ധിക്കാണ്. ടീമിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അത്ര രൂക്ഷമാണ് ഈ രോഗം. ഭയങ്കര പ്രശ്നമാണിത്. അടുത്തെന്താണ്? ബ്ലഡ് പ്യൂരിഫയർ. ഇതൊക്കെ ഈ പ്രൊഡക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ആയുസ് കൂട്ടണ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് പറഞ്ഞത്. നിങ്ങൾ ഇതിലൂടെ ഒന്ന് ട്രാവൽ ചെയ്താണ്ടല്ല. നമ്മുടെ വിനോദ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിനെ പ്രൊലോങ് ചെയ്യാന്ന്. അത് എങ്ങനെയാണ്? എവിടെയെങ്കിലും ഇങ്ങനെ ചത്തുത്തിയിരിക്കലല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ അതുപോലെ ഒരു പാവ പോലെ ഇരിക്കലല്ല. നമ്മളിൽ നിന്ന് നല്ല പ്രൊഡക്ടിവിറ്റിയും വരും, ക്രിയേറ്റിവിറ്റിയും വരും. ഓക്കെ. ബ്ലഡ് പ്യൂരിഫയർ. ബ്ലഡ് പ്യൂരിഫയറിന് ഒരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ബ്ലഡില് അടിഞ്ഞുകൂടിയിട്ടുള്ള ധാരാളം എന്താണ് ഇംപ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ. അത് ആഹാരത്തിൽ നിന്നാവാം, കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാവാം, അതുമല്ലെങ്കിൽ നമ്മുടെ ജീനിലൂടെ കടന്നു പോന്നിട്ടുള്ളതൊക്കെ ആവാം. അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം? നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യാൻ പറ്റില്ലത്. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പതിയെ പതിയെ എന്തുപോലെയാണ്? രോഗികളെ ഡയാലിസിസ് ചെയ്യൂലേ? ഡയാലിസിസ് ചെയ്യും കിഡ്നി ട്രബിൾ വരുമ്പോ. ദിവസവും ആഴ്ചയും മാസമൊക്കെ അങ്ങനെ കൊണ്ട് ചെയ്യും. അതേപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ആണ് ഈ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്. അത് 2 രീതിയിൽ. ഇത് വളരെ സ്ലൈറ്റ് ആയിട്ടാണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും ഇത്. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാൻ എന്തൊക്കെയാണെന്ന്. അലോവേര ഉണ്ട്, നീമുണ്ട്, ആര്യവേപ്പിന്റെ ഇലയുണ്ട്, അമുലുണ്ട്, ഗിലോയി ഉണ്ട്. പ്രധാനം ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് നീമാണ്, ആര്യവേപ്പിന്റെ ഇലയാണ്. ഇതിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിനകത്ത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളത്. ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇത് നടത്തുമ്പോ ഇത് വരുന്നത് ഏറ്റവും കൂടുതൽ ഇതിന്റെ റിസൾട്ട് വരുന്നത് ത്വക്കിലാണ്, ഉള്ളിലേക്കല്ല. ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ് ഇതിന്റെ കൂടുതൽ ഇതിന്റെ ഇഫക്റ്റ് കിട്ടുന്നത്. അപ്പൊ അതെന്തൊരു നേട്ടമായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക. നമുക്ക് 5 എലമെന്റ് ഉണ്ട് നമ്മുടെ. 1, 2, 3, 4, 5. ഈ എലമെന്റിലെ ഏറ്റവും വലിയ എലമെന്റ് ഏതാണ്? ത്വക്കാണിത്. ഈ ത്വക്കിന് വലുതാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഒരു സന്ദർഭം വിശദീകരിക്കാം. ഒരു മത്സ്യം എവിടെ കിടക്കുന്നത്? വെള്ളത്തിലാണ്. മത്സ്യത്തിന്റെ ലോകം വെള്ളമാണ്. അതിൽ നിന്ന് എടുത്താലാണ് മത്സ്യത്തിന് അത് പ്രശ്നം ഉണ്ടാവുന്നത്. അതിലേക്ക് ഇട്ടാ പ്രശ്നമില്ല. അതേപോലെയാണ് നമ്മൾ എന്തിന്റെ ലോകത്താണ് ഉള്ളത്? മത്സ്യം വെള്ളത്തിലാണെങ്കിൽ നമ്മൾ എവിടെ ഉള്ളത്? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അറിയാവുന്നവരുണ്ടാവും ഇതിനകത്ത്. എങ്കിലും സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേക്കാം. നമ്മളുള്ളത് പ്രാണവായുവിലാണ് ഉള്ളത്. പ്രാണവായുവാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിനകത്താണ് നമ്മൾ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നത്. നമ്മുടെ ഷേപ്പ് അനുസരിച്ച് പ്രാണവായു അങ്ങ് മാറി നിൽക്കുകയാണ്. നമ്മൾ അവിടുന്ന് മാറിയാൽ അങ്ങോട്ട് പ്രാണവായു എത്തും. പിന്നെ നമ്മുടെ ഈ ദ്വാരങ്ങളൊക്കെ വഴി അകത്തേക്ക് കുറച്ച് കയറി ഇറങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാണവായു എവിടെയാണ് ടച്ച് ചെയ്യണത്? ത്വക്കിലാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. അവിടെയും ആരാണ് ടച്ച് ആവണത്? നമ്മുടെ ത്വക്കാണ്, കാലിന്റെ പാദത്തിന്റെ അടുത്ത്. അപ്പൊ ത്വക്കാണ് സ്പർശന അനുഭവേദ്യമാക്കുന്ന ഇന്ദ്രിയം. ആ ത്വക്കിന് ഒരു റിജുവിനേഷൻ, ഒരു നറീഷ്മെന്റ്. ത്വക്കില് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എന്തിലൂടെ വരുന്നത്? ബ്ലഡിൽ അഴുക്ക് വരുമ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള റിഫ്ലക്ഷനാണ് ത്വക്കിലേക്ക് കടക്കുന്നത്. അപ്പൊ അതിനെ ആരംഭഘട്ടത്തിലെ പിടിച്ചു നിർത്തലിന് വേണ്ടി ആണ് ഈ ബ്ലഡ് പ്യൂരിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ചേരുവകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വളരെ പ്രധാനമാണ്. പല മാറാ രോഗങ്ങൾ കാലങ്ങളിലൂടെ
സഞ്ചരിച്ച് നമ്മളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ചില പരമ്പരാഗതമായ പാരമ്പര്യ രോഗങ്ങൾ വരെ ഈ ബ്ലഡ് പ്യൂരിഫയർ കഴിക്കുമ്പോൾ നമുക്ക് മാറ്റി കിട്ടും. പക്ഷെ ഇത് ഇത്തിരി ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇതിന് ലേശം കയ്പുണ്ട്. എന്താ കാര്യം അതിനകത്ത്? ആര്യപ്പിന്റെ ഉണ്ട്. അപ്പൊ നിങ്ങള് നാവിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു ത്വക്ക് രോഗത്തിലേക്ക് പോകും. പക്ഷെ അത് ആ ഒരു 5 ml 10 ml കുഴപ്പമില്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യുക? അത് കഴിക്കാതെ നോക്ക്. അങ്ങനെ ദിവസവും അങ്ങനെ കഴിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ മേടിച്ച് കഴിച്ച് തീർത്ത് കഴിഞ്ഞ് തന്നെ നിർത്തുക. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഒരു ബോട്ടിൽ മേടിക്കുക. പിന്നെ കുറച്ച് കാലങ്ങൾ കൊണ്ടേ ആ പ്യൂരിഫിക്കേഷൻ അവിടെ നടക്കുള്ളൂ. അപ്പൊ ത്വക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ ദേഹത്തിലെ ഏറ്റവും വലിയ ഇന്ദ്രിയമാണ്. ത്വക്കിന്റെ സെൻസേഷൻ ആണ് നമ്മുടെ ലൈഫ് തന്നെ. ലൈഫ് സക്സസ് ആവണമെങ്കിൽ സന്താന ഉൽപാദനം നടക്കുന്നത് വരെ ത്വക്കിലൂടെയാണ് അവിടെ സംഭവിക്കുന്നത്. ത്വക്ക് ശരിയല്ലെങ്കിൽ ആ പ്രോസസ്സ് തന്നെ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയി മാറും. പിന്നെ സ്കിന്നിനുള്ള റാഷസ്, പിമ്പിള്, പിന്നെ പ്രിക്കിൾസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഒക്കെ അതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും, കാണാനുള്ള മനോഹാരിത. ഇതെങ്ങനെ 10 ml 2 നേരം കഴിക്കുക, രാവിലെയും വൈകിട്ടും. ചില പാരമ്പര്യ രോഗങ്ങൾ വരെ നമുക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് ആണ് നീം പ്യുവർ ടാബ്ലറ്റ്. അപ്പൊ ഞാനിത് പറഞ്ഞു, ഇത് എങ്ങനെയാണ്? ഇത് ഒരു പ്രാരംഭ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ആണിത്. അങ്ങനെ ആഴത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങൂല. ആഴത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഏതും കൂടെ കഴിക്കണം? നീം പ്യുവർ ടാബ്ലറ്റും കൂടെ കഴിക്കണം. നീം പ്യുവർ ടാബ്ലറ്റ് അതെന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ പറയുന്നുണ്ട്? ഇതേ ലാർജ് എലിമെന്റ് മാത്രമല്ല, ഇൻസൈഡിലേക്കും അതിന്റെ ഇഫക്റ്റ് ലഭിക്കും. ഇതിന്റെ ചേരുവാകെ 2 ഉള്ളൂ. അലോവേര നീമും മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ബ്ലഡിന്റെ സർക്കുലേഷനെ അത് ഫോളോ ചെയ്യും. ബ്ലഡ് സർക്കുലേഷനെ ഫോളോ എന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളിൽ എല്ലായിടത്തും പോകുന്നത്. മറ്റത് ത്വക്ക് റിലേറ്റഡ് ആണ് ബ്ലഡ് പ്യൂരിഫയർ. ത്വക്കിൽ മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളിലാണ്. ഇത് നമുക്ക് കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലും. ഓക്കെ, അപ്പോ ബ്ലഡിനെ ഡീടോക്സിഫൈ ചെയ്യുകയും ചെയ്യും, ബ്ലഡിന്റെ സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യിക്കും. അതോടൊപ്പം സ്കിൻ ഡിസീസ് വരുത്താതെയും ഈ പരമ്പരാഗതമായ അസുഖങ്ങളൊക്കെ പടിപടിയായിട്ട് റിമൂവ് ചെയ്യാനും നമ്മുടെ ഈ നീം പ്യുവർ ടാബ്ലറ്റിനെ കൊണ്ട് സാധിക്കും. ഇത് രാവിലെ വൈകിട്ട് ഒരെണ്ണം കഴിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ മാറി മാറി കഴിക്കാം. ഇനി ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാലും മതി. 7 രൂപയൊക്കെ വരുള്ളൂ ഒരെണ്ണത്തിന്. അടുത്ത പ്രോഡക്റ്റ് ആണ് ലങ്സ് കെയർ. ഞാൻ പലതും എടുത്ത് കാണിച്ചില്ല. ഇത് ലങ്സ് കെയർ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലങ്സ് കെയർ. വലിയ ആസ്മ രോഗികൾ ധാരാളം ഉണ്ട്. കുറെ കാലങ്ങളോളായിട്ട് അവരിങ്ങനെ മരുന്ന് കഴിച്ച് എപ്പോഴും പ്രശ്നമാണ് അവർക്ക്. നമ്മുടെ ലങ്സ് കെയറിന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലങ്സിന് ആ റെസ്പിറേറ്ററി പാർട്ടുകളിലൊക്കെയുള്ള സ്വെല്ലിങ് ഇല്ലാണ്ടാക്കും. അതായത് അതിന്റെ ഒരു നീർക്കോളിനെ ഇല്ലാണ്ടാക്കും. രണ്ടാമത്തത് ശ്വാസകോശം ഡ്രൈ ആയി പോയ കാരണങ്ങൾ കൊണ്ടിട്ടുള്ള ശ്വാസമുട്ടലിന് അതിനെ ഇല്ലാണ്ടാക്കും. ഇനി വേറൊരു ശ്വാസകോശ പ്രശ്നമുണ്ട്. ശ്വാസകോശത്തിൽ ജലാംശം വന്ന് വെറ്റ അവസ്ഥ വന്നാലും ശ്വാസമുട്ടൽ വരും. അപ്പൊ 3 കാര്യം ഇതിനെ പരിഹരിക്കാം. വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഞാൻ ഓരോ വാക്കുകൾ പറയുന്നത്. ഈ വാക്കുകളൊക്കെ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ആ ചാലക ശക്തി നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ വിനോദ് സാറാണ്. സാർ എപ്പോഴും പറയാറുണ്ട്, ട്രെയിൻഡ് വേർഡ്സുകൾ വേണം ഉപയോഗിക്കാൻ. ആ വേർഡ്സുകൾ കേൾക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറും, അവർക്ക് ഇഷ്ടപ്പെടും. അത് അവിടെ ഒരു നല്ല കാര്യത്തിനെ സംഭവിപ്പിക്കും. നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാണ്, യജ്ഞം ഇഷ്ടത്തെ തരുന്ന കാമധേനുവാണ്.
നമ്മൾ കൂട്ടായ്മയോടുകൂടി ഏത് കർമ്മം ചെയ്താലും അത് നമ്മുടെ ഇഷ്ടത്തെ തരും. എന്താണ് ഇഷ്ടം? ആരോഗ്യം, സമ്പത്ത്, നല്ല കൂട്ടുകെട്ട്, നല്ല പോഷകാഹാരക്കുറവ് പരിഹരിക്കല്, എല്ലാം കഴിയുമ്പോ ബോണസ് ആയിട്ട് ലഭിക്കുന്നത് എന്താണ്? ലോഞ്ചിവിറ്റി, നമ്മുടെ ആയുസ്. സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്വാസകോശം, പ്രാണവായുവിനെ എടുക്കാനും വിടാനും ഉള്ള ആ ഒരു ഡ്രൈ ഫീലിംഗ് മാറ്റി കിട്ടും, വെറ്റ് ഫീലിംഗ് മാറ്റി കിട്ടും, സ്വെല്ലിങ്ങും മാറ്റി കിട്ടും ഈ പ്രോഡക്റ്റിലൂടെ. ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? മുള്ളത്തി, ഇരട്ടി മധുരം, പിന്നെന്താ തുളസിയുടെ എക്സ്ട്രാക്ട്, പിന്നെന്താ ത്രിബലയുടെ എക്സ്ട്രാക്ട്. എന്തൊക്കെയാണ്? നെല്ലിക്ക, കടുക്ക, താന്നിക്ക, അതിന്റെ എക്സ്ട്രാക്ട്, പിന്നെ ഹാൽദിയുടെ എക്സ്ട്രാക്ട്. മനോഹരമാണ് ഈ ചേരുവകളൊക്കെ. മറ്റേ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട്, പിന്നെന്താ ഡാൽച്ചിനി, എന്താണ്? കറുകപ്പട്ടയുടെ എക്സ്ട്രാക്ട്, പിന്നെന്താണ്? മഞ്ചിഷ്ട, നേരത്തെ പറഞ്ഞു മഞ്ചിട്ടി എന്ന് പറഞ്ഞ ആയുർവേദ ഹെർബ്, പിന്നെന്താണ്? ദ്രാക്ഷ, ഉണക്കമുന്തിരിയുടെ എക്സ്ട്രാക്ട്, പിന്നെന്താണ്? താലീസപത്ര, എല്ലാവർക്കും അറിയാം താലീസപത്ര ചൂർണം, താലീസപത്ര വടകം എന്നൊക്കെ പറയൂലേ. പിന്നെന്താണ്? വളരെ അത്ഭുതകരമായ ഒരു ആയുർവേദിക് ഹെർബ് ഉണ്ട്, അതിന്റെ പേരാണ് ടാഗർ എക്സ്ട്രാക്ട്. എന്താണ് ടാഗർ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ? നമ്പ്യാർവട്ടം. അത് മിക്കവാറും ഇല്ലാത്ത വീടുകളിലില്ല നമ്പ്യാർവട്ടം, പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചേരുവകള്. എത്ര പ്രകൃതിയുടെ തലോടലാണ് നമ്മളിലേക്ക്. മനോഹരമായ, സത്യം പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ എന്ത് മഹാഭാഗ്യം അല്ലെ, ഇതൊക്കെ അനുഭവിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രവർത്തനം, ഇതിന്റെ സയൻസ് പറയുന്നത് ലങ്സിന് എനർജി കൊടുക്കുന്നുണ്ട്. ലങ്സിന്റെ സ്വഭാവം എന്താണ്? ഇങ്ങനെ വലുതായാലും ചെറുതായാലും അതിപ്പോ വെള്ളക്കെട്ടും നീരും ഡ്രൈ ആയിപ്പോയതോ ഇങ്ങനെ ചെറുതായിട്ടിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ വലുതാകാനുള്ള എനർജി കൊടുക്കും ഈ ചേരുവകളെല്ലാം കൂടെ ചേർന്ന്. എനിക്കിത് കാണാൻ പറ്റണം, ഇത് ഞാൻ പറയണത്. അപ്പോഴാണ് അത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തിനാണ് ഈ എനർജി കൊടുക്കുന്നത്? ശ്വസിക്കാൻ വേണ്ടി എനർജി കൊടുക്കുന്നു. അപ്പൊ ശ്വസനത്തിന്റെ എനർജി കൊടുത്തു ശ്വസിക്കാൻ വേണ്ടി. അപ്പൊ എന്ത് സംഭവിക്കും അവിടെ? നമ്മുടെ ഉള്ളിലുള്ള ഇൻഫെക്ഷനും അഴുക്ക് എന്ത് സംഭവിക്കും? പുറത്തല്ലാതെ വരുമ്പോഴാണ് വലിച്ചോണ്ടിരിക്കുന്നത്. എന്ത് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സയൻസ് അല്ലേ. ആ എനർജി അവിടെ കൊടുക്കുമ്പോ ആ പരിപാടി അതവിടെ നടക്കുമ്പോ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളും എല്ലാം പുറത്തോട്ട് പോകും. അപ്പൊ നമ്മള് പതിയെ ഹീലാവും. അപ്പൊ കൂടുതൽ ഇങ്ങനെ ശ്വാസത്തിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് എന്ത് ചെയ്യണം? അവര് കുറച്ചുനാൾ കഴിക്കേണ്ടി വരും. ഓക്കെ, അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാം, ശ്വാസം മുട്ട് കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, 7 രൂപ 8 രൂപയൊക്കെ വരുവുള്ളത്. 3 നേരം ആകുമ്പോ × 3 ഇത്രയാണ് ഇതിന്റെ. പിന്നെ നമ്മുടെ സമയം 9 ആകുന്നുണ്ട്. ഇനി ഒരു പ്രൊഡക്റ്റ് കൂടെ പറയാം, 2 കൂടി പറയാം. അതായത് ഹെർബൽ യൂറിനോം ആൻഡ് ഹെർബൽ യൂറിനോം ടാബ്ലറ്റ്. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ പ്രോഡക്റ്റ് പറയാം. എന്തായാലും 1 മണിക്കൂർ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഓണത്തിന്റെ ആഘോഷമൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂറോളം പോയിട്ടുണ്ട്. അതായത് ഹെർബൽ യൂണിറോം സിറപ്പും ഉണ്ട്, അതിന്റെ ടാബ്ലറ്റും ഉണ്ട്. 200 ml ആണ് അതിന്റെ അളവ്. ഞാനിതൊന്നും വെറുതെ പറയുമല്ലോ കേട്ടോ, ഇതെല്ലാം വാങ്ങിച്ചൊക്കെ ഉപയോഗിച്ചാ. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച അനുഭവം പറയാൻ കേട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത്, ഈ വെള്ളം വരുന്ന പൈപ്പില്ലേ, ആ പൈപ്പ് നിറയെ അഴുക്ക് ഇങ്ങനെ സ്കെയിൽസ് ഒക്കെ പിടിച്ചിട്ട് അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരവ് കുറവ്, വളരെ ഫ്ലോ കുറവ്. അപ്പൊ അത് ആ ടാപ്പ് അഴിച്ചിട്ട് ഒരു വടിയിട്ട് ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ നന്നായിട്ട് ഫ്ലോ വരുന്നുണ്ട്. എനിക്ക് അനുഭവം അതാണ്. ഞാനിത് ഒരു ദിവസം 2 നേരം കഴിച്ചു, രാവിലെ വെട്ടു. പിറ്റേ ദിവസം പോലുണ്ടല്ല, എന്റെ യൂറിന്റെ ആ ഷേപ്പിന് വണ്ണം കൂടി, നീളം കൂടി, ഫ്ലോ കൂടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പ്രത്യേകിച്ച് ഒരു രോഗവും ഇല്ലായിരുന്നു. എന്തിനാണെന്നറിയോ? എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നണം. ഒരു കാര്യം പറയുമ്പോ അത് വഞ്ചനയാകരുത്. അപ്പൊ അത് ഉപയോഗിച്ച് നോക്കിയതാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും അത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രശ്നമുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിന്റെ ഗുണം എന്തൊക്കെയാണ്? കിഡ്നി സ്റ്റോണ്, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, യൂറിൻ ആരംഭിച്ച് കടന്ന് വെളിയിൽ പോകുന്ന ആ ട്രാക്കിലെ ഇൻഫെക്ഷൻ എല്ലാം അത് ഇല്ലാണ്ടാക്കും.
കുഴപ്പമൊന്നും. ഒന്ന് ആലോചിച്ച് നോക്കണ്ട, രസം അറിയണോ? ഇതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലേ അവര് ടെസ്റ്റ് നടത്തിയിട്ട് അത് പോയി എടുത്തോണ്ട് വന്നതിന് അവിടെ 250 രൂപ കൊടുക്കണം. ആ സാധനം തന്റെ പകുതി പൈസക്ക് സാധനം കിട്ടും. ഞാൻ പറയുന്നത് കിഡ്നി സ്റ്റോണും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനും ഇല്ലാണ്ടാക്കും. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്? അലോവേര ഉണ്ട്. അടുത്തെന്താണ്? പുഷൻ ബെഡ്. പുഷൻ ബെഡ് എന്ന് പറഞ്ഞാൽ മലയാളം കല്ലൂർ വഞ്ചി എന്ന് പറയും. മൂത്രത്തിന്റെ കല്ലുണ്ടല്ല, ആ യൂറിൻ സ്റ്റോണിനെ ഇല്ലാണ്ടാക്കുന്ന ആയുർവേദ ഹെർബ്. അത് പരമ്പരാഗതമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് കല്ലൂർ വഞ്ചി. അത് നമ്മുടെ ഈ കല്ലൂർ വഞ്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ എറണാകുളത്തും ആലപ്പുഴയിലും ഉള്ളതൊന്നും ഇത്. ഇത് എവിടെയാണ്? ലഡാക്ക്, ഹിമാലയൻ സാനിക്കളിൽ ആയുർവേദ ഹെർബുകള് 95% അതിന്റെ ആ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല ആ ഒരു പ്രൊഡക്റ്റ് അതെല്ലാം ഭൂട്ടാൻ, നേപ്പാള്, അല്ലെങ്കിൽ ലഡാക്ക്, ഹിമാലയൻ ആ സ്ഥലത്താണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും അതിന്. അപ്പൊ കല്ലൂർ വഞ്ചിയുണ്ട്. പിന്നെ ഗോക്ഷുരു, അതറിയാലോ, ഞെരിഞ്ഞിൽ. അതോടൊപ്പം ശിലാജിത്ത്. എന്താണ് ഈ ശിലാജിത്ത് എന്ന് പറഞ്ഞ സാധനം? നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വീർപ്പ് വരില്ലേ? എന്ന കണക്ക് ഹിമാലയ പർവ്വതങ്ങളിലുള്ള പാറകള്, ആ പാറകൾ വീർത്ത് അതിലീന്ന് വരുന്ന വിയർപ്പാണിത് ഈ ശിലാജിത്ത് എന്ന് പറഞ്ഞ സാധനം. അതിൽ തന്നെ നല്ല ഗ്രേഡ് ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ എല്ലാം നമ്പർ 1 ആണ്, GMB സർട്ടിഫൈഡ് ആണ് എല്ലാം. പിന്നെന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? ഡിസോൾവ് കിഡ്നി സ്റ്റോൺ. നമ്മൾ പോലും അറിയാതെ കല്ലിൽ പതിയെ 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 ഇളകി അത് സ്റ്റോൺ അവേ. അതുവഴിയുണ്ട് ഗുണം എന്താണ്? റെഗുലേറ്റ് യൂറിൻ ഫ്ലോ. എന്റെ അനുഭവം അത് നല്ല ഒരു ഫ്ലോയിൽ പോയിക്കോളും. ഇത് എപ്പോഴൊക്കെ കഴിക്കേണ്ടത്? രാവിലെയും വൈകിട്ടും 10 ml വീതം കഴിക്കുക. പിന്നെ ഒരു ഗുണം കൂടെ കിട്ടിയത് എന്താണ്? കഠിനമായ വേദന. അതിന് പറയണത് ഇംഗ്ലീഷിൽ പറഞ്ഞ സെവറി പെയിൻ എന്ന് പറയും. അത് ആ കഠിനമായ വേദന അത് പതിയെ അത് അങ്ങനെ ആകണമെങ്കിൽ, ആ വേദനയും കൂടെ കുറയ്ക്കണമെങ്കിൽ അതോടൊപ്പം എന്തും കൂടെ കഴിക്കണം? ഇതിന്റെ ടാബ്ലറ്റും കൂടെ കഴിക്കണം. കഠിന വേദന, ചെറിയ വേദനയാണെങ്കിൽ ഈ യൂറിനോൾ സിറപ്പ് വഴി പോയിക്കോളും. കഠിന വേദനയാണെങ്കിൽ ഇതും കൂടെ കഴിക്കണം, ഈ ടാബ്ലറ്റും കൂടെ കഴിക്കണം. കഠിന വേദന എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടി പോകുന്നതിന്റെ ഭാഗമാണ്. പിന്നെ തന്നെ ഈ ഇൻഫെക്ഷൻ വന്നിട്ട് ആ ഭാഗത്തൊക്കെ ധാരാളം ആ സ്കിന്നിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്ത്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാന കാരണം? എല്ലാത്തിന്റെയും പ്രധാന മൂല കാരണം ബോഡി അസിഡിക് ആണ്. പ്രത്യേകിച്ച് ഈ ഹെർബൽ യൂറിനോമും അതിന്റെ ടാബ്ലറ്റും കഴിക്കേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം ഇവർക്ക് വെള്ളം കുടി ബോധം കുറവാണ്. ഇവര് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നുണ്ട്, വെള്ളം കുടിക്കാൻ താല്പര്യമില്ല. എന്താ കാര്യം? ബോഡി അസിഡിക് ആണ്. അപ്പൊ നമുക്ക് ആൽക്കലീൻ വെള്ളമൊക്കെ മേടിച്ച് കുടിക്കണം, ആൽക്കലീൻ വാട്ടർ. ഇപ്പൊ കമ്പനിയിലൊന്നും ഇല്ല, അത് കാരണം ഞാനിപ്പോ എന്റെ ഡെമോ ഒന്നും കാണിക്കാറില്ല. അപ്പൊ ഏകദേശം എന്റെ ടാർഗറ്റ് ഒക്കെ കവർ ആയിട്ടുണ്ട്. ഇനി അവസാനം ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡെമോയിലേക്ക് കിടക്കാം. അതിന് ഒരു ഡെമോയും തരണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആഹാരം കഴിക്കാതെയാണ് കയറിയിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഏതാണ്? പ്രൊഡക്റ്റിന്റെ പേരാണ്, ഒരു സപ്ലിമെന്റ് ആണിത്. ഇതാണ്, എന്താണ് ഇതിന്റെ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ഹെർബൽ വെജിറ്റബിൾ മിക്സ് സൂപ്പ്. സാധനം ഇറങ്ങിയിട്ട് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്, പക്ഷെ പലരും ഇതിനെ അറിയില്ല, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഒരു അത്ഭുതകരമായ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സാധനം. ഞാൻ ഇന്ന് മണികണ്ഠ സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ അവിടെ ഈ സാധനം ഉണ്ടോ, ഇതൊന്ന് കാണിക്കുന്നതിന്. ആ ധൈര്യമായിട്ട് കൊടുത്തു, ധൈര്യമായിട്ട് പറഞ്ഞു സാധനം സ്റ്റോക്ക് കൊണ്ട് കിട്ടാന്ന് പറഞ്ഞു. നാളെ തന്നെ അടിച്ചേക്കണം ഈ സാധനം. അതിന്റെ വിവരങ്ങളൊക്കെ പറയാം. കേട്ടാൽ അത്ഭുതം, അതിശയം, ആശ്ചര്യം. ആ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് ഈ സൂപ്പ് കഴിക്കുന്നത്. IMC വന്നപ്പോഴുണ്ടല്ല, ഉച്ചയ്ക്കും വൈകിട്ടും സൂപ്പ് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും സൂപ്പ് കഴിച്ചിട്ടേ ആഹാരം കഴിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള എനർജിയും ഇമ്മ്യൂണിറ്റിയും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഇത്. കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയട്ടെ. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ പാലക്ക് ചീര, നോട്ട് ചെയ്തോളണം എല്ലാവരും ഇത്. ടൊമാറ്റോ അറിയാം എല്ലാവർക്കും. പിന്നെന്താണ്? ചിക്ക് പീസ്,
ചിക്ക് പീസ് എന്ന് പറഞ്ഞാൽ ചെറുപയർ എന്നാണ്. ബോട്ടിൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ ചുരക്ക. ബ്രോക്കോളി അറിയാം, കാബേജ് പോലെ ഇരിക്കും പച്ച കളറിൽ. പിന്നെ മഷ്റൂം, കൂണ്. കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില. ആൽമണ്ട് അറിയാം, ബദാം. കൊറിയാണ്ടർ മല്ലി. ജിഞ്ചർ ഇഞ്ചി. അലോവേരയുടെ എക്സ്ട്രാക്ട്, കറ്റാർവാഴയുടെ എക്സ്ട്രാക്ട്. ബ്ലാക്ക് പേപ്പർ കുരുമുളക്. സെന്തനാമക്ക് നമ്മുടെ IMC-യിലുള്ള ഉപ്പ്. പിന്നെ മെൽറ്റോഡെക്സ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോട്ട് ചെയ്തോ, ഉരുളക്കിഴങ്ങും ധാന്യവും അരിയും ഇത് മൂന്നും കൂടെ പൊടിച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന പൗഡർ. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച എല്ലാ രാജ്യങ്ങളിലും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പൊടിയാണിത്. ഈ പൊടി എന്തിനു വേണ്ടി ഉപയോഗിക്കണം വെച്ചാൽ ഭക്ഷണങ്ങള് വെള്ളം പോലെ അല്ലാതെ ടൈറ്റ് ആക്കാനും ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ്. പക്ഷെ ചേരുവ ഇതാണ്, ഉരുളക്കിഴങ്ങും ധാന്യങ്ങളും അരിയും, അതിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. കൂടാതെ ബ്രഹ്മിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, ശംഖുപുഷ്പത്തിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, അശ്വഗന്ധയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, ക്യാബേജിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം. കൂടാതെ വൈറ്റമിൻ A, B, C, അയൺ ആൻഡ് കാൽസ്യം. എത്രയെല്ലാം കൂടി 20 മേല് ചേരുവയാണ് ഈ ഒരു ചെറിയ ഒരു പ്രോഡക്റ്റിനകത്ത്. ഒരെണ്ണത്തിനകത്ത് ഒരു പാക്കറ്റിൽ ഇത് 10 എണ്ണം ഉണ്ടാവും. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. ഇതൊക്കെ നമ്മള് ഭക്ഷണത്തിന് മുന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി ഉണ്ടാകും, നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. എന്തിലൂടെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് ലയിച്ച് ശരീരത്തിന്റെ മൊത്തം നല്ല പറഞ്ഞത് നല്ല ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓണത്തിന്റെ വീട്ടിൽ സദ്യ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഈ സാധനം ഇന്നലെ ഞാൻ ബില്ലടിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണ് അതിഥികളായിട്ട്, ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു സൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അവരെന്ത് ചെയ്യും? സൈൻ ചെയ്യുവര്. നിങ്ങളൊക്കെ അത് മതി, ഇത് എവിടെ കിട്ടും? IMC-യിൽ ജോയിൻ ചെയ്യാൻ ഒരു കാരണമായത്. അതായത് ഒരു പവർഫുൾ ന്യൂട്രിയന്റ് ആണ് ഈ സാധനം. ഒരു പവർ ഹൗസ് മാതിരിയായി മാറും നമ്മുടെ ഭക്ഷ്യ പിന്നെ ബിഹേവിയറിൽ. കൂടാതെ റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ദഹനം എല്ലാം നന്നായിട്ട് നടക്കും. ദഹനമൊക്കെ നടന്നാലുള്ള ഗുണം എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ആൻസർ ഞാൻ പറയാം. നമ്മുടെ ദഹനം പ്രോപ്പർ ആയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾക്ക് കാർഡിയാക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ ഡൈജഷൻ പ്രശ്നം വരുമ്പോഴാണ് അവിടെ ഷുഗർ, പ്രഷർ, കുറച്ചുകൂടെ ഇത് XYZ എല്ലാം കയറി വന്നത്. അപ്പൊ ഈ സൂപ്പ് എന്തൊക്കെ ഗുണം ഉണ്ടാക്കും എന്നാ പറഞ്ഞത്? സോയിലോൾ ഫൈബർ ഉള്ളത് കൊണ്ട് അതിന്റെ ആ ഒരു ദഹനത്തിന്റെ പ്രക്രിയ, മിനറൽസ് എല്ലാം ചേർന്ന് ഇത്രയും പറഞ്ഞ 20 ഇൻഗ്രീഡിയന്റ്, അത്ഭുതകരമാണത് ഈ ഒരു ചെറിയ പ്രോഡക്റ്റിനകത്ത്. ഈ കമ്പനിയുടെ ആ ഒരു ദീർഘവീക്ഷണം ഒന്ന് ആലോചിച്ച് എനിക്ക് ഒരു പിടുത്തവും കിട്ടണല്ലോ. ഇത് കുറെ കാലത്തിന് മുമ്പ് ഇവിടെ ചില നേരത്തെ നമ്മുടെ വക്കീലിന്റെ കാര്യം ഓർക്കുമ്പോ ഈശ്വര, ഇദ്ദേഹം 8 കൊല്ലം കയ്യിൽ വെച്ചല്ലോ, നേരത്തെ നമ്മൾക്കൊന്നും തരാൻ പാടില്ലായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത്? ഒരു സൂപ്പിന്റെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് പൊട്ടിച്ചിടണം. ഞാൻ ഡെമോ കാണിച്ചു തരാം. പൊട്ടിച്ചിട്ടിട്ട് ഒരു 150 ml വെള്ളം ഒഴിക്കണം, സ്പൂൺ വെച്ച് അങ്ങോട്ട് കലക്കണം, സേവിക്കണം. എന്ത് മനോഹരം, എന്നാ നല്ല രുചി.
വീടിനകത്ത് തന്നെ ഉണ്ടല്ല നല്ല സ്മെല്ല്. ആ സ്മെല്ല് മതി ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവാൻ. 10 ഗ്രാമാണ് ഇതിന്റെ അളവ് കേട്ടോ. അതിനകത്ത് 10 പൗച്ചും ഉണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡെമോ കാണിച്ചിട്ട് ഞാൻ തന്നെ കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കാതിരുന്നത്. ഇത് കഴിച്ചിട്ട് പോയി ആഹാരം കഴിക്കാം. $150 തിളച്ച വെള്ളം കേട്ടോ, മറന്നു പോകരുത്. ഇത് ഇവിടെ ഒരു ഇത് കട്ട് ചെയ്യാൻ ഒരു ഭാഗം കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്യുന്നു. സാധനം ഇടുന്നു കേട്ടോ. എന്താണ് 20 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്തുള്ളത്. ആ 20 ഇൻഗ്രീഡിയന്റിനോടൊപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സൊല്യൂബിൾ ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതെല്ലാം കൂടി നമ്മള് എന്താക്കും, നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ ശക്തമാക്കും. ഇത് തിളച്ച വെള്ളം ഒഴിക്കാൻ പോണു, ഇളക്കാൻ പോണു. എനിക്കിതൊക്കെ കാണിക്കണമെന്ന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്കും മിക്കവാറും ഇത് കാണാൻ ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൂപ്പർ റെഡി. ഞാനൊരു കാര്യം ചോദിക്കാം ഈ സന്ദർഭത്തിൽ. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇത്രയും 20 ചേരുവയുള്ള ഒരു സൂപ്പ് കഴിക്കാൻ അതും ഏതാണ്ട് 10-15 രൂപയെ വരുള്ളൂ. ഈ IMC പോലെ അല്ലാത്ത എന്തൊരു ആശയമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം? ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഒക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തത് ഇങ്ങനെ ബോയിൽ ചെയ്ത് ആദ്യം ഇടാൻ അതിനകത്തിട്ട്. എന്റെ അഭിപ്രായത്തില് ഇപ്പൊ ഈ റൂമിൽ നിറഞ്ഞതിന്റെ സ്മെല്ല്. പിന്നെ ഈ സ്മെല്ല് ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ, അതിനും വേണം ഒരു ചില യോഗ്യതകളൊക്കെ. ഈ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിനും അതേപോലെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ സ്മെല്ല് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ സിസ്റ്റം കംപ്ലീറ്റ് ക്ലെൻസ് ആയിരിക്കണം നമ്മൾ. നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും, നോക്കും മറ്റാരും കാണാത്തത്. ഇനി എന്ത് ചെയ്യാം, ഞാൻ കുടിച്ച് കാണിക്കേണ്ടി വരും അല്ലേ? ഇതിന്റെ നിറം കണ്ടോ? ആവശ്യത്തിനുള്ള തടിപ്പുണ്ട് കേട്ടോ. പുളിയുണ്ട്, എരിവുണ്ട്, രുചിയുണ്ട്, മണമുണ്ട്. ഒരു സൂപ്പിന് വേണ്ട എല്ലാ യോഗ്യതയിലും അതിനേക്കാളും കൂടുതലുണ്ട് സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ അവസാന ഭാഗം കൺക്ലൂഷനായിട്ട് 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിർത്താം. അതായത് നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു ഹെൽത്തി വെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ലഭിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ആശയമാണ് നമ്മുടെ IMCയിലേക്ക് കടന്നു വന്നത്. നമ്മൾ ഇവിടെ നമ്മൾ ആരാകണം എന്താകണം എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയുടെ അല്ല തീരുമാനിക്കുന്നത്. പിന്നെ എന്തിലൂടെയാണ്? നമ്മുടെ മൈൻഡിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിലൂടെയാണ്. എന്താണ് ആ കൊടുത്തിരിക്കുന്നത്? ഇത് പറയാൻ കാര്യം ഇന്ന് നമ്മൾ സൂപ്പിന്റെ ഒരു ഡെമോ കണ്ടു. ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് എത്തിക്കണം നമ്മൾ. അത് നമ്മുടെ മൈൻഡിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ എത്തുള്ളൂ. ഞാൻ നമ്മുടെ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. 50-100 വർഷങ്ങൾക്ക് മുമ്പ് 1000 വർഷത്തിന്റെ ദീർഘവീക്ഷണത്തിൽ വിട്ട റോക്കറ്റ് അല്ലേ ഇന്ന് നമ്മൾ ഈ സൂമിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആണോ അല്ലയോ? ആണെന്നാണ് എന്റെ ഉത്തരം. അന്ന് അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റുമായിരുന്നോ? ഒറ്റ
ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കും. നമുക്ക് രക്ഷപ്പെടണം. നമ്മളൊരു ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് വിചാരിക്കട്ടെ. ഒരു ബൈക്കിൽ പോകണം. ബൈക്കിൽ പോകുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു മുമ്പിൽ ഒരു ലോറി ഉണ്ട്, ഭയങ്കര പുക. ആ പുക വന്ന് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഒരു തോന്നിട്ട്, ഇതെന്തൊരു പുകയാണത്? ഈ പുകയെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? ഇതെന്തൊരു സർക്കാരാണത്? ഈ വണ്ടി ഒന്നും റോഡിൽ ഓടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പരാതിയും പറഞ്ഞ് പുള്ളി വേണ്ട, ഈ പുക ചോദിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ മാറി ഒരു സ്ഥലത്ത് ഇരുന്ന് ഈ വണ്ടി പോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അടുത്ത വണ്ടി പുക വണ്ടി. ഇയാൾക്ക് സ്ഥലത്ത് എത്തുകയും വേണം. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനം എടുത്തു, ഈ പുകയും ശ്വസിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പുകയും ശ്വസിച്ചുകൊണ്ട് പോകുന്ന ഇതൊക്കെ ആളുകളുടെ വീക്ഷണകോണാണ് ഈ പറയുന്നത് കേട്ടാ. ഒരു വീക്ഷണകോണ് പറഞ്ഞ ഒരാൾ അവിടെ ഇരുന്ന്, രണ്ടാമത്തെ ആള് അയാൾ എന്ത് ചെയ്ത് ഈ പുകയെ ശ്വസിച്ചുകൊണ്ട് കണ്ണൊക്കെ എരിഞ്ഞ് ശ്വാസം മുട്ടി കരിയൊക്കെ പിടിച്ച് അയാൾ ഇതിന്റെ പുറകെ പോകുന്നു. മൂന്നാമത്തെ വീക്ഷണകോണ് പറയുമോ, ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ പുകയുള്ള വണ്ടിയുടെ ഒക്കെ ബ്രേക്ക് അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് അടിച്ച് അങ്ങോട്ട് കയറിപ്പോയി. അപ്പൊ ഒരെണ്ണം കയറി ചെല്ലുമ്പോ അവിടെ അടുത്ത പുക, അതിനെ കയറി, അങ്ങനെ കയറി പുള്ളി ഉദ്ദേശിച്ച സ്ഥലത്ത് അവിടെ എത്തി. ഞാൻ പറഞ്ഞു വന്നത്, ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ വണ്ടി അതിനുള്ള പവർ ഉണ്ടോന്ന് നോക്കണം. മിക്കവാറും ആൾക്കാരുടെ വാഹനത്തിന്റെ എഞ്ചിന് പവർ ഉണ്ടാവില്ല. ആ എഞ്ചിനെ പവർഫുൾ ആക്കണ, അതിനെ ഓവറോൾ ചെയ്യിക്കുന്ന, അതിനെ സർവീസ് ചെയ്ത, അതിനെ ഡീകാർബണൈസ് ചെയ്യുന്ന ആ പ്രോഗ്രാമാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് ട്രെയിനിങ്ങും അതോടനുബന്ധിച്ചുള്ള മറ്റുള്ള ക്ലാസ്സുകളും. അതിലൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ വെഹിക്കിളിന് നല്ല കുതിരശക്തി ഉണ്ടാവും. ഇന്ന് തന്നെ നമ്മുടെ സമയബന്ധിതമായിട്ട് തന്നെ ഈ 1 മണിക്കൂറായിട്ടില്ല ടൈപ്പോഴും ആ 10 പ്രൊഡക്റ്റ് പറയാനൊത്തില്ലേ, കേൾക്കാനൊത്തില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അടിമുടി മാറ്റം, തലമുറകളായിട്ട് മാറ്റം വരുത്തത്തക്ക ഇൻഗ്രീഡിയന്റ് പല ഉൽപ്പന്നത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ, ഈ ലോകത്തിനെ കുറെ കൂടി അനുഭവിച്ചറിയാനും എല്ലാത്തിനും കൂടിയിട്ടുള്ള ഉൽപ്പന്നമാണ് ഇപ്പൊ ഇന്ന് പരിചയപ്പെട്ടത്. അടുത്ത ബുധനാഴ്ചയാണ് ഇനി അടുത്ത പ്രോഗ്രാം. നിങ്ങൾ വഴി നൂറുകണക്കിന് ആൾക്കാരെ ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിപ്പിക്കണം. അവർക്കും ഇത് കൊടുത്തു പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉന്നതങ്ങളായിട്ടുള്ള അവസ്ഥ, ആരോഗ്യകരമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ നല്ല കൂട്ടുകെട്ടായിട്ടും വ്യക്തിത്വ വികസനപരമായിട്ടും നിങ്ങൾക്ക് നല്ല ദീർഘായുസ്സുകൾ കിട്ടാനുമായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൂടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.